നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഈ പ്രായത്തിൽ ഇനി മൊറീഞ്ഞോ വന്നിട്ട് എന്തുണ്ടാക്കാനാ ചോദിച്ചവരുണ്ട്. ഇതാ കാണ് മൊറീഞ്ഞോ ബെൻഫിക്കയിൽ കാണിക്കുന്ന മായാജാലം. ഇന്നലത്തെ കളിയിലും അവർ ലിഗ പോർച്ചുഗലിൽ 3-1 തകർപ്പൻ ജയമാണ് നേടിയിട്ടുള്ളത്. എസ്റ്റോഡിൽ ട്രയക്കെതിരെ ബെൻഫിക്ക 3-1 ജയിക്കുമ്പോൾ ഹാട്രിക്ക് നേടി പാവലിഡീസ്. ഇപ്പോൾ കഴിഞ്ഞ 11 മത്സരങ്ങളായിട്ട് ബെൻഫിക്ക അൺബീറ്റൺ ആണ്. മാത്രമല്ല അവരുടെ ലീഗിൽ, അതായത് പോർച്ചുഗീസ് ലീഗിൽ ബെൻഫിക്ക ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. 17 കളി 11 വിജയം 6 സമനിലകൾ, ഒറ്റക്കളിയും തോറ്റിട്ടില്ല ഈ സീസണിൽ. 39 പോയിന്റോടെ അവർ 3-ാം സ്ഥാനത്ത് വിരാജിക്കുകയും ചെയ്യുന്നു. ഹോസെ മൊറീഞ്ഞോ മാജിക് കൃത്യമായിട്ട് അവിടെ നടക്കുന്ന കാഴ്ചയാണ്. നോക്കാം നമുക്ക്. കഴിഞ്ഞ 11 കളികളിൽ നിന്ന് അവർ 8 കളികളും വിജയിച്ചു. 3 കളികളാണ് സമനിലയിൽ കുരുങ്ങി, തോറ്റിട്ടില്ല. 2-2 സമനിലയായിരുന്നു കാസാപിയക്കെതിരെ. പിന്നെ അത്ലറ്റിക്കോക്കെതിരെ 2-0 വിജയം, അയാക്സിനെതിരെ 2-0 വിജയം, നാസിയോണലിനെതിരെ 2-1 വിജയം, സ്പോർട്ടിങ്ങിനോട് 1-1 സമനില, നാപ്പോളിയോട് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ 2-0 വിജയം, പിന്നെ മൊഡേറൻസിനെതിരെ 4-0 വിജയം, ഫാഡൻസിനെതിരെ 2-0 വിജയം, ഫമാലിക്കാവോക്കെതിരെ 1-0 വിജയം, ബ്രാഗയോട് 2-2 സമനില, പിന്നെ ഇന്നലെ എസ്റ്റോറിലിനെതിരെ 3-1 വിജയം. മൊറീഞ്ഞോയുടെ മാന്ത്രിക ഇതൊന്നും എവിടെയും പോയിട്ടില്ല എന്നുള്ളത് വീണ്ടും കാണുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് എങ്ങും എത്താൻ കഴിയില്ല എന്ന് തോന്നിച്ച ഘട്ടത്തിലാണല്ലോ അദ്ദേഹം അവരുടെ കോച്ചായിട്ട് എത്തുന്നത്. ഇപ്പോൾ 25-ാം സ്ഥാനത്താണ്. സംഗതി ശരി, 6 കളിയിൽ നിന്ന് 6 പോയിന്റേ ഉള്ളൂ. പക്ഷേ 24-ൽ അവർ ഇടം പിടിക്കും. ടോപ്പ് 24-ൽ ഇടം പിടിച്ചാൽ മതി അറ്റ്ലീസ്റ്റ് ആ ഒരു പ്ലേ ഓഫിലേക്കെങ്കിലും എത്താൻ, റൗണ്ട് ഓഫ് 16 പ്ലേ ഓഫിലേക്കെങ്കിലും എത്താൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനവരെ കൊണ്ട് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എന്തായാലും ആരാധകരുള്ളത്. 62-കാരനായിട്ടുള്ള ഹോസെ മൊറീഞ്ഞോ ബെൻഫിക്കയിലേക്ക് എത്തുന്നത് ഫെനർബാഷയിൽ നിന്ന് പോന്നിട്ടാണ്. അദ്ദേഹത്തിൻ്റെ തുർക്കിയിലെ കാലഘട്ടം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. വളരെ വിവാദങ്ങളും വളരെ ട്രബിളൻ്റ് ആയിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ബെൻഫിക്കയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം 2000-ൽ തൻ്റെ സീനിയർ കരിയർ മാനേജിങ് ആരംഭിക്കുന്നത് തന്നെ ബെൻഫിക്കയിലൂടെയാണ്. അതേ സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുമ്പോൾ എന്ത് മായാജാലം കാണിക്കാനാണെന്ന് ചോദിച്ചവരുണ്ട്. ആ മായാജാലമാണ് ഇപ്പോൾ നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.